പ്രശസ്തനായ ചലച്ചിത്ര നിർമ്മാതാവ് നവോദയ അപ്പച്ചൻ തച്ചോളി അമ്പു എന്ന സിനിമ നിർമ്മിക്കുന്ന സമയമാണ് ഈ കഥ നടക്കുന്നത്. ചിത്രത്തിൽ തച്ചോളി ഉദയനായി അപ്പച്ചൻ കൊണ്ടുവന്നത് നടികർ തിലകം ശിവാജി ഗണേശനെയാണ്. ഷൂട്ടിങ്ങിനിടെ KP ഉമ്മറുമായിട്ടുള്ള ഒരു സംഘട്ടന രംഗത്തിൽ ശിവാജി വീണ് അദ്ദേഹത്തിൻ്റെ കൈയുടെ എല്ലൊക്കെ പൊട്ടി ആശുപത്രിയിലായി. ശിവാജി ഗണേശന് അപകടം പറ്റിയ വിവരം പിറ്റേന്ന് തമിഴകത്ത് വലിയ വാർത്തയായി. അന്ന് അരങ്ങുവാണ്, തമിഴകം വാഴുകയാണ് ശിവാജി ഗണേശൻ. നടികർ തിലകം, ശിവാജി ഗണേശൻ്റെ ആരാധകർ മദ്രാസിലെ ഉമ്മറിൻ്റെ വീട് കല്ലെറിഞ്ഞ് തകർത്തു. അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നിർമ്മാതാവിനെതിരെ വധഭീഷണി വരെ വന്നു. മദ്രാസിലേക്ക് ശിവാജി ഗണേശൻ തിരിച്ചുപോയി. ചിത്രത്തിൻ്റെ ബാക്കി ഭാഗം തീർക്കാൻ ശിവാജി ഗണേശൻ എത്തിച്ചേരുമെന്ന സംശയം ഈ നിർമ്മാതാവ് എന്ന നിലയിൽ നവോദയ അപ്പച്ചനുണ്ടായി. അപ്പച്ചനും മകൻ ജിജോയും കൂടി അല്പം ഭയത്തോടെ മദ്രാസിൽ ചികിത്സയിൽ കഴിയുന്ന ശിവാജിയെ കാണാൻ ചെന്നു. പക്ഷേ അവരുടെ ആശങ്കകൾ മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് ശിവാജി ഗണേശൻ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഏറെ നാളായി ഞാൻ വിശ്രമിക്കണമെന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനൊരു വീഴ്ചയുണ്ടായപ്പോൾ അതിന് സമയം കിട്ടി. അധികം വൈകാതെ ശിവാജി ഗണേശൻ കേരളത്തിൽ വന്ന് ബാക്കി ഭാഗങ്ങൾ കൂടി ഷൂട്ട് ചെയ്ത് മടങ്ങിപ്പോയി. ഏറെ രക്തം വീണാൽ അന്ത പടം 100 നാൾ കട്ടായം ഓടും എന്ന് മടങ്ങുമ്പോൾ അതേ ഒരു പ്രവചനവും നടത്തി. ഏതൊരു ജോലിയിലും അർപ്പണബോധവും പ്രതിബദ്ധതയും വളരെ വളരെ പ്രധാനമാണ്. ഒരു ജോലി ഏറ്റെടുത്താൽ ഏത് പ്രതിസന്ധി വന്നാലും നമ്മൾ പതറാൻ പാടില്ല. പൂർണ്ണ മനസ്സോടെ ആത്മാർത്ഥതയോടെ അത് പൂർത്തിയാക്കണം. എളിമയും വിനയവും അതുപോലെ അർപ്പണബോധവുമാണ് ഏതൊരാളിൻ്റെ വിജയത്തിൻ്റെ പിന്നിലെ മഹാരഹസ്യം എന്നറിയുക. ഒരു പണി ഏറ്റെടുത്താൽ ആ പണി തന്ന ആളിന് പണി കൊടുക്കാതെ ആ പണി പൂർത്തിയാക്കുക. നവോദയ അപ്പച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സുഖകരമായ ഓർമ്മയുണ്ട്. അദ്ദേഹം ഈ വളരെ പ്രായം ചെന്നതിന് ശേഷം വളരെ സ്മാർട്ടും സജീവമായിരുന്നു. എനിക്ക് അത്യാവശ്യം ബന്ധമുള്ള ഒരാളായിരുന്നു. ബന്ധപ്പെട്ടതൊരു ചെറിയ പ്രശ്നത്തിലൂടെയാണ്. നമ്മുടെ TK രാജീവ്കുമാർ ചലച്ചിത്ര സംവിധായകൻ, അത്യാവശ്യം മിമിക്രിക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അദ്ദേഹം ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഒന്നിച്ചൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ചില ആളുകളെയൊക്കെ അനുകരിക്കും. അങ്ങനെ അനുകരിച്ച് കേൾപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഈ നവോദയ അപ്പച്ചൻ്റെ ശബ്ദം. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് ഫോൺ അടിച്ചു. ഞാൻ മൊബൈൽ എടുത്തപ്പോൾ ശ്രീകണ്ഠൻ നായരാണോ? ഞാൻ അതേലോ. ഞാൻ വിചാരിച്ചാൽ ഈ രാജീവ് കുമാർ കളിയാക്കാൻ വിളിക്കുമായിരിക്കും, അനുകരിച്ച് പറയും. ഞാൻ ഇത് ഞാൻ നവോദയ അപ്പച്ചനായിക്കോ, എന്താ പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചു. അത് ഇത് ശ്രീകണ്ഠൻ നായരല്ലേ? ആണല്ലോ, ശ്രീകണ്ഠൻ നായരല്ലേ, പിന്നെ അങ്ങനെ പറയുമോ ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഇത് യഥാർത്ഥ ശ്രീകണ്ഠൻ നായർ എന്നെ പറഞ്ഞോളൂ അപ്പച്ചാ പറഞ്ഞോളൂ എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പം എന്നോട് വീണ്ടും ചോദിച്ചു, തൻ്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാനൊന്ന് ഞെട്ടി. രാജീവ് സാധാരണ ഉപയോഗിക്കാത്തൊരു വാക്കാണല്ലോ അത് എന്ന് കരുതി ഞാനൊന്ന് ചെവി ഓർത്തു. ഞാൻ ചോദിച്ചു, ഇത് ശരിക്കും നവോദയ അപ്പച്ചൻ സാറാണോ? പിന്നെ അല്ലാതെ നവോദയ അപ്പച്ചൻ വേറെ ഒരാളെ വിളിക്കൂ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനാകെ തകർന്നു പോയി. യഥാർത്ഥത്തിൽ വിളിച്ച നവോദയ അപ്പച്ചൻ സാറ് തന്നെയായിരുന്നു. കാര്യം അദ്ദേഹവും ഞാനും ഒരു ബന്ധവുമില്ല, അദ്ദേഹം എന്നെ വിളിക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ എന്തിനാണ് അദ്ദേഹം എന്നെ വിളിച്ചത്? അങ്ങനെ വിളിക്കാൻ സാധ്യതയില്ലല്ലോ എന്ന് കരുതി TK രാജീവ്കുമാർ തന്നെ എന്ന് വിചാരിച്ചിട്ടാണ് ഉള്ള മിമിക്രി വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് അടിച്ചു കൊടുത്തത്. ആകെ പ്രശ്നമായി. അപ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ 2ാമത്തെ റിലീസ് നടക്കുന്ന സമയത്ത് MLA-മാർക്കും മുഖ്യമന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും AK നായനാരാണെന്ന് മുഖ്യമന്ത്രി, മന്ത്രിമാർക്കൊക്കെ ആയിട്ടൊരു ഷോ നടത്തുന്നുണ്ട്. ആ ഷോയിൽ ആങ്കർ ചെയ്യാൻ എന്നെ വിളിക്കണം. അതിനുവേണ്ടി രാജീവ്കുമാറിനോട് ചോദിച്ചപ്പോൾ രാജീവ്കുമാർ പറഞ്ഞു കൊടുത്ത പേരാണ് എൻ്റെ. ഇത്തിരി തമാശയൊക്കെ പറഞ്ഞ് AK നായനാരുമായിട്ട് സൗഹൃദമൊക്കെ ഉള്ള ഒരാളാണ്, കുറച്ചുകൂടെ നന്നാവുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പേരിൽ വിളിച്ചതാണ്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് കാല് പിടിച്ച് മാപ്പ് കുറച്ചു. അങ്ങനെ അദ്ദേഹം ചോദിച്ചു, ഇയാളുടെ ശമ്പളമൊക്കെ ഇയാൾ എത്രയോ വാങ്ങിക്കുന്നത് അവതരിപ്പിക്കും? ഞാനങ്ങനെ ശമ്പളമൊന്നും വാങ്ങിക്കാറില്ല. അങ്ങനെയുള്ള വലിയ ആളാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഈ TK രാജീവ്കുമാർ അങ്ങയുടെ ശബ്ദം എനിക്കറിയാം, അയാൾക്ക് ചില കുഴപ്പങ്ങളുണ്ടെന്ന്. അയാളോട് പറഞ്ഞേക്കൂ നവോദയ അപ്പച്ചനെ അങ്ങനെ അങ്ങ് കൊമേഴ്ഷ്യലൈസ് ചെയ്യേണ്ടെന്ന് കേട്ടോ. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് തുടങ്ങിയൊരു ബന്ധമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പച്ചൻ സാർ തിരുവനന്തപുരത്തൊക്കെ വന്നാൽ ഞാൻ പോയി കാണും. മാത്രമല്ല അദ്ദേഹം നമ്മളെ ഒരു 8 മണിക്ക് കാണണമെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ ഒരു 7:58 നമ്മൾ ചെല്ലണം. കൃത്യമാണ് ടൈമിങ്. നമ്മൾ മസ്കറ്റ് ഹോട്ടലിൻ്റെ വരാന്തയിലൊക്കെ ചെല്ലുമ്പോൾ തന്നെ അകത്തിങ്ങനെ അസ്വസ്ഥനായി നടക്കുന്ന കാരണം 7:58 ആയാലും അയാളെ കാണുന്നില്ലല്ലോ. 8 മണിയാണ് പറഞ്ഞിരിക്കുന്നത്. അത്ര കൃത്യമാണ്. അപ്പച്ചൻ സാറിനെ ഞാൻ ഓർമ്മിക്കുന്നു. മാത്രമല്ല അടിമുടി ഈ പ്രൊഫഷണലായ ഒരു ചലച്ചിത്ര നിർമ്മാതാവായിരുന്നു. സിനിമയെ ഒരുപാട് സ്നേഹിച്ച സർഗധനൻ കൂടിയായിരുന്നു നവോദയ അപ്പച്ചൻ സാർ. സാറിനെ ഞാൻ ഓർമ്മിച്ചു പോകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.